ഗൈസ് പുതിയ സ്കിൻ എങ്ങനെയുണ്ട്? ഇനി ഗൈസ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഷെൽട്ടർ പണിഞ്ഞ് ബാക്കി കാണുന്ന പിന്നെ അയൺ പിക്കാക്സ് ഉണ്ടാക്കി. ശരി, അയൺ പിക്കാക്സ് ഉണ്ടാക്കി. ഈ എപ്പിസോഡ് നമ്മൾ വർക്കിംഗ് ഏരിയ ഉണ്ടാക്കുന്നു. വർക്കിംഗ് ഏരിയ മാത്രം കാണത്തില്ല, സ്റ്റോറേജ് കാണും. പക്ഷേ വർക്കിംഗ് ഏരിയ ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് പണിയെടുക്കും. ആ പണിയെല്ലാം എടുത്തിട്ട് നമ്മൾ വർക്കിംഗ് ഏരിയ അപ്ഗ്രേഡ് ചെയ്യും. എന്നിട്ട് വർക്കിംഗ് ഏരിയ ഉണ്ടാക്കുവാണ് നമ്മൾ ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വുഡെല്ലാം ഷടപടയെന്ന് കട്ട് ചെയ്യാം. നമുക്കൊരു 3 സ്റ്റാക്ക് വുഡ് വേണം. 3 സ്റ്റാക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന വർക്കിംഗ് ഏരിയ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഞാൻ വിളിക്കാം. അപ്പം ഓക്കെ, അവിടെ ഒരു റൂയിങ് പോട്ടർ ഉണ്ട് ഗൈസ്, അത് നമുക്ക് നോക്കാം. അവിടെ ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം ഉണ്ട്, എല്ലാ ആർമറും ഉണ്ട്, ടൂൾസും ഉണ്ട്. ഞാൻ ഈ ആക്സ് മാത്രം എടുക്കുന്നത്. നമുക്കിപ്പം ആക്സിൻ്റെ ആവശ്യമുണ്ട്. അത് വുഡ് കട്ട് ചെയ്യാൻ. ബാക്കിയില്ല ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ, നമ്മളെ അടുത്തല്ലേ, ബേസിൻ്റെ അടുത്ത് തന്നെ. അപ്പം നമുക്ക് വുഡൊക്കെ മുറിക്കാം. 3 സ്റ്റാക്ക് വുഡ് ആവട്ടെ. ഞാനിപ്പോൾ ഒരു കാര്യം നോട്ടീസ് ചെയ്തു ഗൈസ്, എൻ്റെ അച്ചീവ്മെൻ്റ് എല്ലാം പോയി. അത് കണ്ട, സ്റ്റോണേജ് ആയത് കണ്ട, എൻ്റെ അച്ചീവ്മെൻ്റ് എല്ലാം എങ്ങനെ പോയി? അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാം ക്രിയേറ്റീവ് മോഡ് ആക്കി കഴിഞ്ഞാൽ അച്ചീവ്മെൻറ്റ് പോകുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ക്രിയേറ്റീവ് മോഡ് ആക്കിയില്ല, അതെന്തോ പറ്റിയോ എന്തോ. എന്തായാലും ഇപ്പോൾ കണ്ട, ഞാൻ കണ്ടോ എല്ലാ അച്ചീവ്മെൻറ്റ്, ഇത് ഫസ്റ്റ് അച്ചീവ്മെൻറ്റ് വരെ പോയേക്കുന്നു. മറ്റേ അയൻ്റെ അച്ചീവ്മെൻ്റൊക്കെ കിടക്കുന്നു. അതൊക്കെ എനിക്ക് കയ്യിലുണ്ടായതുകൊണ്ടായിരിക്കും കിട്ടിയത്. അയൻ ഇങ്ങോട്ട് ഞാൻ സ്മെൽറ്റ് ചെയ്തില്ല ഇതിന് ശേഷം, അതുകൊണ്ട് എനിക്ക് ആ അച്ചീവ്മെൻറ്റും കിട്ടിയില്ല. എനിവേസ് നമുക്ക് സ്റ്റോൺ ഇപ്പോൾ കട്ട് ചെയ്യാം. എനിക്ക് കുറച്ച് സ്റ്റോൺ ആക്സ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് സ്റ്റോൺ ആക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കിയും കൂടെ വുഡ് കളക്ട് ചെയ്യാനുണ്ട്. അതെന്തോ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോഴാണ് ഗായ്സ് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. അതിനൊരു അച്ചീവ്മെൻ്റ് ഉണ്ടല്ലോ, അത് കിട്ടി. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ വേറൊരു അക്കൗണ്ടിലാണ് കയറിയിരിക്കുന്നത്. എന്തോ അതുകൊണ്ട് അതിൻ്റെ ആയിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയാണോ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതിൻ്റെ കാരണത്താലാണെന്ന് തോന്നുന്നു, ഐ ഗസ്. അപ്പം നമ്മൾ അച്ചീവ്മെൻ്റ് എല്ലാം ഇനി നമുക്ക് തിരിച്ചെടുക്കേണ്ടി വരും. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഒരു ദിവസം കൊണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ 3 സ്റ്റാക്ക് വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷെൽട്ടർ. ഇനി നമുക്ക് അയൺ എടുക്കണം. ഇത് അടുത്ത് തന്നെ ഒരു കേവ് ഉണ്ട്, അവിടോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അയൺ എടുക്കാൻ താഴോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, താഴോട്ട് നിങ്ങൾ അവിടെ കണ്ടോ? നിങ്ങൾ ഡയമണ്ട് ശ്രദ്ധിച്ചോ? നമുക്ക് ഡയമണ്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഗോൾ അയൺ എടുക്കാനാണ്. നമുക്ക് അയൺ എടുത്തിട്ട് പോകാൻ തോന്നുന്നു, കാരണം നമ്മുടെ ഗോൾ അയൺ മാത്രമേ ഉള്ളൂ. അയൺ മാത്രം എടുത്തിട്ട് പോവാം. അയൺ എടുക്കാം. എന്ത് ചെയ്യാം? 2 അയണും കൂടെ എടുക്കാം. 3 എണ്ണം ഉണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് ആവശ്യത്തിന് അയനായെന്ന് തോന്നുന്നു. ഇവിടെ ഡയമണ്ട് ഇരിക്കുന്നുണ്ടോ? ഡയമണ്ട് ഉണ്ടോ? എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. 3 ക്രീപ്പർ. നമുക്ക് മണ്ടയ്ക്കോട്ട് കയറാം. ഓവർവേൾഡായി. നമുക്ക് ബേസിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ അതിനടുത്തേക്കുന്ന ബക്കറ്റ് ഉണ്ടാക്കാം. ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യാനും ഷിയറും ഉണ്ടാക്കാം. ഷിയർ നാളെ മതി. നമുക്കിപ്പോൾ ബക്കറ്റ് ഉണ്ടാക്കാം. ഷിയറും ഉണ്ടാക്കി വെച്ചേക്കാം, നമുക്ക് നാളെ ആവശ്യം ഷിയറിൻ്റെ. ഓക്കെ, അയൺ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കിട്ടിയ സ്റ്റോണും കൂടെ സ്മെൽറ്റ് ചെയ്യാൻ ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ട് സ്റ്റോണൊന്ന് സ്മെൽറ്റ് ചെയ്യാം. ഇവിടെ ഇരിക്കട്ടെ. കോൾ എടുത്തിട്ട് വരാം. സ്റ്റോണൊന്ന് സ്മെൽറ്റ് ചെയ്യാം. ഞാനൊരു ഷവലും ക്രാഫ്റ്റ് ചെയ്ത് നമ്മുടെ ബേസിൻ്റെ മണ്ടയിലുള്ള ഒരു ഹില്ലിൽ വന്നിട്ടുണ്ട്. നമ്മുടെ വർക്കിംഗ് ഏരിയയ്ക്കുള്ള സ്ഥലം ഒന്ന് നിരപ്പാക്കി ഇടാനാണ്. നമുക്ക് ഈ സ്ഥലം ഒന്ന് ഫ്ലാറ്റാക്കി ഇട്ടിട്ട് നമുക്ക് ബാക്കി പണി തുടങ്ങാം. ഈ സ്ഥലം ഒന്ന് ഫ്ലാറ്റാക്കിയിട്ട് വേണം. ഇതിൻ്റെ താഴെ ഒരു വീക്ക് ഫാർമ് ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ഞാനൊരു ഹോസിനെ നാളെ ടീം ചെയ്തുകൊണ്ട് വന്നിട്ട് ആ ഹോസിനെ അവിടെ ഇടാം. അത് അടിപൊളിയായിരിക്കത്തില്ലേ? അതാണ് എൻ്റെ ഒരു ഐഡിയ. എന്നിട്ട് മണ്ടയിൽ നമുക്ക് സാധാ സ്റ്റോറേജ് വെക്കാം. അത് ആക്ച്വലി അടിപൊളിയായിരിക്കും. പിന്നെയും ഗുഡ് മോർണിംഗ്. ആയില്ലേ? ഗുഡ് മോർണിംഗ്. സ്മെൽറ്റ് ചെയ്ത് അയനൊന്നും എടുക്കാം. സ്റ്റോൺ ആയില്ലെന്നാണ് തോന്നുന്നത്. സോംബി വാടാ. പണിയെടുക്കാം. കോഴി നമുക്ക് ഇതെല്ലാം ഒന്ന് നിരപ്പാക്കി ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പം
ഇനിയാണ് നമ്മുടെ എന്താ കൺസ്ട്രക്ഷൻ വരുന്നത്. ഞാൻ സ്റ്റോൺ ബോയ് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും എടുക്കണ്ട, നമ്മുടെ അയനെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇവിടെ ഒരു വാട്ടർ ബക്കറ്റ് വെച്ച് ഇൻഫൈനൈറ്റ് വാട്ടർ പൂൾ ഉണ്ടാക്കി. എന്തിനാന്ന് വെച്ചാൽ ഈ വാട്ടർ ബക്കറ്റ് വെച്ച് ഈ ഗ്രാസ് എല്ലാം കളയണം. മണ്ടയിലത്തെ ആ ഗ്രാസ് എല്ലാം കളഞ്ഞിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഗ്രാസ് കളയുന്നത് കേട്ടോ. അപ്പോൾ ആ സീഡെല്ലാം കിട്ടും. ഇനി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഗ്രാസ് എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വുഡ് പ്ലേസ് ചെയ്ത് തുടങ്ങാം. ഞാൻ 8 ബ്ലോക്ക് ഗ്യാപ്പിലാണ് വുഡ് പ്ലേസ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ വുഡെല്ലാം ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ടയ്ക്കോട്ട് പില്ലർ ചെയ്ത് 3 ബ്ലോക്ക് വെച്ച് പില്ലർ ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് തമ്മിൽ കണക്ട് ചെയ്താൽ മതി. അത് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം അത് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. ഗുഡ് മോർണിംഗ്. അടുത്ത ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് ഞാൻ എത്ര പ്രോഗ്രസ് ഉണ്ടാക്കി കാണിച്ചു തരാം. അതായത് താഴെയും കൂടെ സെറ്റാക്കിയിട്ട് ഇത്രയും കൂടെ ഉള്ളൂ. അപ്പം അപ്പുറത്തും കൂടെ ചെയ്യാം, താഴെയും കൂടെ ഞാൻ ചെയ്തിട്ട് കാണിക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഫോം. ഇനി ഇതിനകത്ത് നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്ന സ്റ്റോണൊന്ന് കൊണ്ടുവന്നിട്ട് അതൊന്ന് ബ്രിക്കാക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യാം. ഞാൻ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ. ഓക്കെ, നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്ന സ്റ്റോൺ എടുക്കാൻ വന്നിട്ടുണ്ട്. ആ സ്റ്റോൺ എടുത്തിട്ട് നമുക്കൊരു സ്റ്റോൺ കട്ടർ ആദ്യം ഉണ്ടാക്കാം. കട്ടർ ആദ്യം ക്രാഫ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. ക്രാഫ്റ്റ് ചെയ്യാൻ നമ്മുടെ ഒരു അയൺ 4 അയൺ ഉണ്ട്. അപ്പോൾ അതിൽ 1 അയൺ എടുക്കാം. 1 അയൺ എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് 3 അയൺ ബാക്കിയുണ്ട്. അത് നല്ലൊരു കാര്യമാണ്, കാരണം നമുക്ക് ഇനി ഒരു അയൺ പിക്കാക്സിനും കൂടെ ഉള്ള സംഭവമുണ്ട്. അപ്പം അത് വെച്ച് നമുക്ക് സ്റ്റോൺ ബ്രിക്ക് ആക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ബ്രിക്ക് എടുത്തിട്ടുള്ള പരിപാടിയാണ്. ഈ ബ്രിക്ക് എടുത്തിട്ട് നമ്മൾ ചെറിയ ഡീറ്റെയിലിംഗ് ആണ് കൊടുക്കുന്നത്. ഇവിടെ 3 എണ്ണം, അത് കണക്ക് ബാക്കി എല്ലാ സൈഡും അങ്ങനെ അത് ചെയ്തിട്ട് കാണിച്ചു തരാം. അതാണിത്. നമുക്ക് ഇതേപോലെ മണ്ടയിലും കൂടെ ചെയ്യാം. ആദ്യം ഇത് വെച്ച് പില്ലർ ചെയ്യാം 3 ബ്ലോക്ക് വെച്ച്. എന്നിട്ട് ബാക്കി നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിലിംഗ് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതെല്ലാം നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അത് ഭയങ്കര റിയലി ടഫാണ്. എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഭയങ്കര പാട്. അപ്പം നാളെ ഞാൻ ഇതൊന്ന് ക്ലീൻ എഡിറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കാം. ഇത് ഭയങ്കര റഫായിട്ട് തോന്നുന്നു. എനിക്കും ഒന്ന് ഫീൽ ആവുന്നുണ്ട്, നല്ല റഫാണ്. ഞാൻ പയ്യെ പഠിച്ചു വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഉറങ്ങിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇവിടെ സീഡൊക്കെ വെച്ച് ഒന്ന് പ്ലേസ് ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു വീറ്റ് ഫാർം സെറ്റാക്കാൻ നോക്കുവാണ്. അപ്പോൾ എൻ്റെ 30 സീഡുണ്ട്. നമ്മൾ ഇവിടെ ഫ്ലാറ്റൺ ആക്കിയതിൻ്റെ അതൊന്ന് നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറാൻ സ്റ്റെപ്പും വെക്കണം. മണ്ടയിൽ സ്ലാബും വെച്ച് ക്ലോസ് ചെയ്യണം. എന്നിട്ട് ചെസ്റ്റും വെച്ച് ഈ പരിപാടി അങ്ങ് തീർക്കണം. അത്രേ ഉള്ളൂ. അത് ഞാൻ നിങ്ങളെ സ്റ്റെപ്പ് വെക്കുന്ന ഇങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഫെൻസ് ഇട്ട് അടയ്ക്കുവാണ്. ഫെൻസ് പിന്നെ കുതിര വരുമ്പോൾ നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ആദ്യം ഇവിടെ 2 എണ്ണം പ്ലേസ് ചെയ്യുക. എന്നിട്ട് താഴോട്ട് കൊണ്ടുവന്നാലും മതി. പക്ഷേ ഒരു സുഖം വേണം, കൊണ്ടുവരുന്നതിലൊരു അലൈൻമെൻറ്റ് വേണം, എന്നാലേ ഒരു രസമുള്ളൂ. താഴോട്ട് 1 എണ്ണം കൂടെ വെക്കാം. ഇനി നമുക്ക് കുറച്ച് സൈഡിലോട്ട് വെക്കാം. കുറച്ച് സൈഡിലോട്ട് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ അടിപൊളി. എന്ന് വെച്ചാൽ കയറി വരുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടണം. സ്പൂന്ന് പറഞ്ഞു പോകാം, അതായിരിക്കണം നമുക്ക് കിട്ടേണ്ട എക്സ്പീരിയൻസ് സ്റ്റെപ്പിൽ നിന്ന്. ഒട്ടും അധികം അങ്ങ് ഫ്ലാറ്റാക്കി കയറാണ്ട് നമുക്ക് ഇവിടെ തന്നെ ഒരു റിയൽ സ്റ്റെപ്പ് എങ്ങനെയാണോ ആ ഒരു ഫീൽ കൊണ്ട് തരത്തക്ക രീതിയിൽ ഒരു സ്റ്റെപ്പ് പണിയും. ആക്ച്വലി കുഴപ്പമില്ല. അപ്പോൾ ഞാൻ സ്റ്റെപ്പിൻ്റെ പണി ഏകദേശം തീർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാനിപ്പോൾ ഇനി കുറച്ച് ബോറിങ് പരിപാടിയാണ്. ഞാൻ ഇനി സ്ലാബ് ഇട്ട് അടച്ചിട്ട് ചെസ്റ്റ് നമുക്ക് വെച്ച് ചെസ്റ്റ് അങ്ങോട്ടും ഇപ്പുറത്തും വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അപ്പം ഞാൻ അത് ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മൾ 2 സൈഡിലും ചെസ്റ്റും വെച്ചിട്ടുണ്ട്, ഫർണസും വെച്ചിട്ടുണ്ട്, ക്രാഫ്റ്റിംഗ് ടേബിളും വെച്ചിട്ടുണ്ട്, സ്ട്രോങ് കട്ടറും വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫില്ലാക്കാനുണ്ട്, ഇനി ഇതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇതത്രേ ഉള്ളൂ നമ്മുടെ സ്റ്റോറേജ് ഏരിയ അല്ലെങ്കിൽ വർക്കിംഗ് ഏരിയ. ഇനി നമ്മൾ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ഡയമണ്ട് ഉണ്ടല്ലോ,
അതങ്ങോട്ട് എടുക്കാനാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ എടുത്തിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല, അത് ഭയങ്കര പാടാണ്. അപ്പം അതൊന്ന് എടുക്കാം. എന്നിട്ട് ഈ സാപ്ലിംഗ് ഒക്കെ വെറുതെ ഇരിക്കുന്നത് ഞാനതൊന്ന് നട്ടിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഞാനിപ്പം എല്ലാം ഒന്ന് ഫില്ലാക്കി ഒരു ആക്സ് ക്രാഫ്റ്റ് ചെയ്യുകയാണ്. ആ സ്റ്റോറേജൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇൻവെൻറ്റോറി ഒന്ന് ക്ലീൻ ആക്കി നമ്മളിപ്പോൾ ഡയമണ്ട് അങ്ങോട്ട് എടുക്കാൻ പോവാണ്. നമുക്ക് വെള്ളം ഒഴിച്ച് താഴോട്ട് ഇറങ്ങാം. ഓക്കെ പയ്യെ ഇറങ്ങിക്കോ. ഇതോ സോംബി ഉണ്ട് കേട്ടോ. ഞാൻ താഴെ എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ സോംബി വാടാ അടിയടാ. ഇത്രേ ഉള്ളു. ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങും കേട്ടോ അവിടെ നിന്ന്. ഇവനെ ക്യൂർ ചെയ്യായിരുന്നു. ഇനി പറ്റത്തില്ലല്ലോ. വാ അവനും തീർന്നു. ഈ താഴെയാണ് നമ്മുടെ ഡയമണ്ട് ഇരിക്കുന്നത്. ഡയമണ്ട് പോയി എടുക്കാം. 5 ഡയമണ്ട് അവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ 6 ആവും. അപ്പോൾ ഇന്ന് 6 ഡയമണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി അടിപൊളിയാണ്. പിന്നെന്താ വേണം, 6 ഡയമണ്ടും നമുക്ക് കുറച്ച് അയനും കൂടെ കളക്ട് ചെയ്തിട്ട് പോവാം. അവിടെ ഒരു അയൻ ഉണ്ടായിരുന്നു, അത് പിന്നെ എടുക്കാം. ഇനി നമ്മൾ വരുമല്ലോ, അപ്പോൾ എടുക്കാം. ഇവിടുത്തെ അയൻ നമ്മൾ എടുക്കുന്നുണ്ട്. ഈ അയനം എടുത്തിട്ട് ബാക്കി കുറച്ച് അയനും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് എടുത്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ അപ്പം എനിക്കിനി കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളടുത്ത് പറയാനുള്ളത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് പിന്നീടാണ്. വീഡിയോ എടുക്കും, പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഡ്രോബാക്ക് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, എനിക്കൊരു വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 1 മണിക്കൂർ വേണ്ടി വന്നു. 1 മണിക്കൂർ വീഡിയോ തന്നെ 1 മണിക്കൂർ ഉണ്ടായിരുന്നു. ഈ ഗെയിം പ്ലേ കളിച്ചത് ഞാൻ 1 മണിക്കൂർ 9 മിനിറ്റാണ്. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ ഒത്തിരി ഡിസർവ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് നോയൽ ബൈ പറയുന്നു. ബൈ.